അപ്പൊ ഗായ്സ് നമ്മള് വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ തിരിച്ച് മിസ്സാഗിലേക്ക് പോവാം ഷൂസ് നോക്കാനായിട്ട്. അപ്പൊ പോവാം. ഇതാണ് സീൻ ഡോർ. പോലീസുകാർ ഫുള്ള് ഓവർ ചെയ്ത് ഗൈസ് നോർത്ത് ലൈറ്റ്സ് കാണാൻ പോവാ. വ്ളോഗാ രാവിലെ തുടങ്ങി വ്ളോഗ് എടുത്ത് നൈസായിട്ട്. ബസ്സിൽ പോണത് തുടങ്ങി. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഞാൻ ബസ്സിൽ പോകണതിന് മുമ്പ് ജസ്റ്റ് വെറുതെ ഒരു ഷോട്ട് എടുക്കാന്ന് വെച്ചിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ അങ്ങോട്ടുള്ള സിഗ്നൽ ഇല്ലേ, അവിടെ മറ്റേ സ്വിച്ച് ഉണ്ടായിരുന്നു, മറ്റേ പാസ് ചെയ്ത് പോകാനുള്ളത്, ക്രോസ് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇങ്ങനെ ഇത് കാനഡയിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ സിഗ്നൽ കാണിക്കും, നമുക്ക് ഇങ്ങനെ സിഗ്നൽ വീണ് കഴിഞ്ഞാലേ വേണം പോവാൻ. അപ്പൊ സിഗ്നൽ വേണമെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്വിച്ച് ഉണ്ടാവും, അത് ഞെക്കിയാൽ മതി. സ്വിച്ച് ഞെക്കിയപ്പോ തന്നെ എന്തോ ഭാഗ്യത്തിനാ വെള്ള കത്തി. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ കൊള്ള കറക്റ്റ് ടൈമിങ്, എന്തോ ഭാഗ്യമുണ്ട്. ഇത് തന്നെ കിട്ടണം, ഈ പറയണ തന്നെ കിട്ടോ. ക്യാഷ് കിട്ടോ കിട്ടോ. ഇത് റെക്കോർഡിങ്ങാ. സൂപ്പർ. എന്നിട്ട് സംഭവം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇത് അങ്ങാട് ഇട്ട് ഞാനിങ്ങനെ സക്സസ്ഫുൾ. അപ്പൊ ഞാൻ ഇത് കോൺഫിഡന്റ് ആയല്ല. ഞാൻ പറഞ്ഞു സിഗ്നൽ കിട്ടിയാ പിന്നെ റൈറ്റ് ഓഫ് വേ നമുക്കാണ്, പെഡസ്ട്രിയൻസിനാണ്. അപ്പൊ ഇനി നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല, ഇനി ആരും വരികയൊന്നുമില്ല. കൊററ്റ് ഞാൻ നടന്നു പോലെ എന്റെ തൊട്ട് ബാക്കി കൂടി ഒരു വണ്ടി. വീഡിയോ കിട്ടിയതാ. ഞാൻ മറ്റേ ആരും ഇങ്ങനെ ഒരു ഹോയ് വിട്ടത്. ഒരു വീട് അത് കൈ കിട്ടിയിട്ടുണ്ടായി, എനിക്കറിയാം, ഞാൻ റീലായിട്ട് ഇടും. ലൈവാ ഇപ്പൊ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ല, എനിക്ക് ഫോളോവേഴ്സ് വേണം. എനിക്ക് മൈൻഡിൽ ഇത്രേ ഉള്ളൂ, ക്വാളിറ്റി കണ്ടന്റ് ഇടണം. അതായത് നല്ല എഡിറ്റിങ്, നല്ല ക്വാളിറ്റി, അതായത് 4K 120 FP. അത് തന്നെയാണ് ഇട്ടേണേന്നാവും. ഇപ്പൊ ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താണത്? സെൽഫായിട്ടുള്ള എന്തോ സ്റ്റോറിങ് ആണ്. ഞാൻ പറഞ്ഞിട്ട് പിന്നെ എന്താ അറിയാന്നോണ്ട് പറയാൻ പോണിരുന്നൊക്കെ. കാനഡയുടെ നിഗൂഢതകളിലേക്ക് കടന്നു വരിക. വെള്ളിയാഴ്ച ഫ്രീ ആണോ? വെള്ളിയാഴ്ച ഫ്രീ ആണ്. എന്റെ ഗ്രാജുവേഷൻ അപ്പൊ പീറ്റർ ബെറോയിൽ ഒരു വ്ളോഗ് എടുക്കാം. ഇന്ന് രാത്രി ഇനിയിപ്പോ ഇന്നും 3 കണ്ടുണ്ട് കോളേജ്. ഇപ്പൊ മിസ്സിസാഗ, പിന്നെ രാത്രി അറോറ കാണാൻ വേണ്ട. വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇരുട്ടില്ലാത്ത സ്ഥലമാണ് ഇത്. പീറ്റർ ബ്രോ അല്ല, ഇത് സ്കാഡ് ബ്രോ. ഇവിടെ ഒന്നും കിട്ടൂല ആരെയൊക്കെ. എന്തോ എന്തോ സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ബാരി ആണോ ബാൻഫാണോ എന്തോ പറയുന്നുണ്ട്. അവിടെ ഫുള്ള് ഇട്ട് കണ്ണി കുത്തി അറിയില്ല. അങ്ങനത്തെ ഇരുട്ടി പോയി കഴിഞ്ഞാൽ നല്ലോണം കാണാൻ പറ്റും എന്നാണ് പറയണത്. അതാണ് പീറ്റർ ബ്രോ ആണല്ലേ. കാനഡയെ പറ്റി അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദിസ് ഈസ് എ കൺട്രി ഇൻ വിച്ച് ലൈക്ക് ഔട്ട്സൈഡേഴ്സ് തിങ്ക് സംതിങ് ഈസ് ഹിയർ, നത്തിങ് ഈസ് ഹിയർ. കാശുള്ളതിനെല്ലാം കാശുണ്ട്, കാശില്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഓപ്പർച്യൂണിറ്റീസ് തപ്പി കണ്ടുപിടിച്ച എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയപ്പെടുന്നു. എന്നാലും നമ്മളിവിടെ വരുമ്പോ നമ്മള് സെക്കൻഡ് സിറ്റിസൺ ആണല്ലോ എന്നൊക്കെ പറഞ്ഞാലും കഴിവുള്ളവർ എവിടെ പോയാലും ജീവിക്കോടെ. വേറെന്തില്ല, കഴിവ് വേണം. കാനഡയിൽ ഒന്നും തന്നെ നമ്മുടെ രക്ഷപ്പെടുന്നു ഒരു ഉറപ്പില്ല. ആ കഴിവുള്ളവരും തിങ്ങി പോണുണ്ട്, അത് വേറെ കാര്യം. നീ വന്ന സമയത്തേക്കാൾ ഇപ്പോഴത്തെ സമയത്തേക്കാൾ ബെറ്റർ ചെയ്യാൻ പറ്റും. വന്ന സമയത്ത് എങ്ങനെയായിരുന്നു നാട്ടിൽ, നീ കാനഡ വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് പഠിച്ചു. എവിടെ ഇതുപോലെ എവിടെ പോയാലും പിന്നെ ഇംഗ്ലീഷ് ഒരു സീനുമില്ല. ഇംഗ്ലീഷിൽ ആരോട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സംസാരിച്ചിരിക്കാം. രണ്ടാമത്തെ കഴിവ് എന്താണെന്നറിയോ, ഇനി ഏത് മരുഭൂമി കൊണ്ടിട്ടാലും ജീവിച്ചോളും. അതാണ് ഇനി ഇപ്പൊ എവിടെ പോയാലും. മറ്റേത് ഇപ്പൊ വീട്ടിലൊക്കെ താമസിക്കുമ്പോ ഒരു ഹോട്ടൽ റൂം ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ വാഷ്റൂം സീനാണല്ലോ, മറ്റേത് സീനാണല്ലോ, മറിച്ച സീനാണല്ലോ, ഫുഡ് വിഷയമാണല്ലോ, എന്ത് ചെയ്യും? ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പൊ എവിടെ പോയാലും ജീവിക്കാം. ഇത് മരുഭൂമി കൊണ്ടിട്ടാല് നമ്മള് സെറ്റായി വരും, ആ ഒരു വിശ്വാസമുണ്ട്. സേഫ്റ്റി നെറ്റ്, കാശിന്റെ വില
ആ വക കാര്യങ്ങളൊക്കെ പഠിച്ചല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഗൈസ്, അവൻ ആ ചോദിച്ച ചോദ്യം ഒരു വാലിഡ് ചോദ്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കാനഡയിൽ വന്നിട്ട് നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എഡ്യൂക്കേഷനേക്കാളും എക്സ്പോഷറിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എക്സ്പീരിയൻസ്. ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെല്ലാം നമ്മുടെ ടേബിൾ ടോപ്പിൽ തന്നെ വന്ന് കിട്ടും. നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട്നെസ്സിലായിരിക്കും. ഇത് നമ്മൾ കുറേ സ്ട്രേഞ്ചേഴ്സായിട്ട് നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു. പിന്നെ അവർ നമ്മുടെ ഫാമിലി ആവുന്നു, നമ്മുടെ ആൾക്കാരെ മനസ്സിലാവുന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. മറ്റുള്ള ആൾക്കാർ ഏതൊക്കെ അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്, അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം കേട്ടോ. മറ്റേതിപ്പോൾ വീട്ടിൽ ഞാൻ ഇളയ കുട്ടിയാണ്, അപ്പോൾ നമുക്ക് ആ ഒരു പ്രയോറിറ്റി കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഈക്വൽ ആ ഒരു സംഭവം കറക്റ്റ് മനസ്സിലാവുന്നത് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. അതാണ് ഇവിടെ പിന്നെ ഫ്രീഡം ഉണ്ട്, നമുക്ക് എന്തുവേണമെങ്കിലും ആവാം. ഫ്രീഡം ഈ പറഞ്ഞ പോലെ റിസ്കി ഫാക്ട്, അതായത് ഇവിടെ വന്നപ്പോഴാണ് ഫ്രീഡത്തിന്റെ റിസ്ക് മനസ്സിലാവുന്നത്. നാട്ടിൽ വെച്ച് നമുക്ക് ഫ്രീഡം ഉണ്ട്, എന്നാലും നമ്മളൊരു എന്താ പറയാ ഒരു ലിമിറ്റ് എല്ലായിടത്തും ഉണ്ട്. ഈ നാട്ടുകാര് വീട്ടുകാര് അങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോ എന്താ പറയാ എന്തും ചെയ്യാം, എവിടെയും പോവാം, എന്തും ആവാം. പക്ഷെ എന്നാ ഇവിടെ എല്ലാം കൈവിട്ട കളികൾ ഉള്ളതുകൊണ്ട് പേടിയാവുകയും ചെയ്യും. ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഡൗൺ ടൗണിലൊക്കെ ആൾക്കാർ നിൽക്കണ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സാധനം ജന്മത്തെ തൊടരുത്, തൊട്ടാ തീർന്ന്. അല്ലെ ഈ നമ്മൾ ഈ കടയിലൊക്കെ വർക്ക് ചെയ്യുമ്പോ ഈ കടയിലെ ആൾക്കാരൊക്കെ വന്ന് കയറുമല്ലോ കുറെ പേര്, നല്ല യോഗ്യന്മാരായിട്ട്, മീൻസ് നല്ല ഭംഗിയുള്ള, അതായത് പൊക്കവും എല്ലാം ആവശ്യത്തിനുള്ള ആൾക്കാര് ഡ്രഗ്സ് അടിച്ചിട്ട് ഇങ്ങനെ ചുരുണ്ടി ഇങ്ങനെ നിൽക്കണ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ. എഴുതാൻ അറിയാൻ പാടാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അറിയോ? ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് കൂട്ടി എഴുതാൻ അറിയില്ല, ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതാൻ അറിയുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കും ഉമ്മാരി വൈറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് ഉമ്മാർക്ക് ചിലപ്പോ വായിക്കാനൊക്കെ അറിയായിരിക്കും നല്ലോണം. സത്യം, അതായത് എനിക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അതായത് ചില ആൾക്കാരൊക്കെ മറ്റേ നമ്മള് ബേസിക് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ബാക്കിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവൂലേ, അതായത് ഇപ്പൊ ഇങ്ങനത്തെ ഉണ്ടാക്കുക, ഇപ്പൊ പാൻ കേക്ക് മിക്സിന്റെ ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ വായിച്ചിട്ട് അതെന്താ പറയണേന്ന് മനസ്സിലാക്കാനുള്ള ഇതില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഡിക്സി മോളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡിക്സി മോളിൽ എന്ന് പറയുമ്പോൾ അത് മിസിസാഗയിലാണ് വരുന്നത്. ഞാൻ താമസിക്കുന്നത് സ്കാർബ്രോയിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോൺ വാലി എത്താറായി. ഡോൺ വാലി കഴിഞ്ഞാലാണ് നമ്മൾ ഡൗൺ ടൗണിലേക്ക് കയറുന്നത്. ഇനി ഡൗൺ ടൗൺ പാസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഡൗൺ ടൗണിൽ നമുക്ക് ഇറങ്ങുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഡൗൺ ടൗൺ നമുക്ക് വേറൊരു ദിവസം കവർ ചെയ്യാം. അപ്പോൾ എന്നാലും ജസ്റ്റ് ഞാനിപ്പോൾ CN ടവറും മറ്റുമൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് CN ടവർ. ഇത് ശരിക്കും ഡൗൺ ടൗണിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് രസമല്ലേ, മൊത്തം വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും. ഇപ്പോഴാണെന്നാവോ കൊച്ചിയൊക്കെ ഇതുപോലെ ആവണേ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡൗൺ ടൗൺ കയറി. ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല. സാധാരണ ഇപ്പോൾ രാവിലെ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്നൊക്കെ തന്നെ ബ്ലോക്ക് ഉണ്ടാവും. ഈ ഭാഗത്താട്ടോ ചൈന ടൗൺ ശരിക്കും നമ്മുടെ ചൈന ടൗൺ ഈ ചൈന എക്സിറ്റ് ചൈന ടൗണിലേക്കാണ് നമ്മുടെ. അത്ര വലിയ കാണാൻ നമ്മുടെ മറ്റേ ക്യുബക്കിലുള്ള മോന്ത്രിയാൽ ആ ഭാഗത്തുള്ള ചൈന ടൗണിന്റെ അത്രയും വലുതൊന്നല്ല. പക്ഷെ കടകള് നൈസാണ്. മറ്റേ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഫ്രഷ് പ്രൊഡ്യൂസ് ഒക്കെ ഇല്ലേ, അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുള്ളതാണ്. ഇപ്പൊ ടെക് സാധനങ്ങളൊക്കെ ഇവര് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന് വിചാരിക്കാം. ഈ പ്രൊഡ്യൂസ് സാധനങ്ങൾ ഈ സ്ട്രോബെറി ബെറീസ് ഒക്കെ ഇല്ലേ, ഫ്രഷ് ബെറി ഇവിടെ നടത്തുന്നുണ്ടോ അവര് ചൈനക്കാര്? നല്ല മാർക്കറ്റിംഗ് തന്ത്രക്കാരല്ലേ, ഇഷ്ടംപോലെ സ്ഥലമല്ലേ നടക്കണേ. നമ്മളിപ്പോ ഈ ഏരിയ സിറ്റി, ഈ സിറ്റി വിട്ട് മാറണം, കാണണം. ശരിക്കും നമ്മുടെ ആ ഏരിയ ഒക്കെ പോകുമ്പോ കാണാം ഇഷ്ടംപോലെ ഒരു ലാൻഡ് ഇങ്ങനെ നടക്കുന്നു. അവിടെ എന്തായാലും കയറി നടും. വീഡിയോ ഇടാൻ നേരത്തെ വീഡിയോ ഇങ്ങനെ കാണുമ്പോ ഒരു പടത്തിൽ കാണിക്കില്ലേ, തമ്മിലിടുമ്പോ ഈ സാധനം വെച്ചിടാം. പോലീസുകാർ ഫുള്ള് ഓവർ ചെയ്ത് ഗൈസ് എന്നൊക്കെ നോക്കുമ്പോ ഞാൻ ഇട്ടിട്ടുണ്ട് സെൻട്രലിൽ ഇട്ടിട്ടുണ്ട്. $500 കണ്ടാ പോണേ. 200 കുഴപ്പമില്ല, ഞാൻ 500 ചോദിച്ചേക്കണേരുന്നു. നമുക്ക് എസ്കോർട്ട് തന്നെ പോലെ ഉണ്ടല്ലോ പോലീസുകാര്, ഫ്രണ്ടിലൊരെണ്ണം ബാക്കിലൊരെണ്ണം. ചില പോലീസുകാരൊക്കെ നല്ല കമ്പനിയാടാ. അതായത് സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ അവര് നമ്മളോട് എങ്ങനെയുണ്ട് ദിവസം എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഡാർക്കായിരുന്നു സാറേ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ. ആദ്യമൊക്കെ നമുക്ക് എനിക്ക് പേടിയായിരുന്നു ഇവരോടൊക്കെ സംസാരിക്കാൻ. ഇതിപ്പോ നമ്മളിങ്ങനെ ഹൗയു എന്നൊക്കെ തന്നെയുള്ള രീതിയിൽ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങും, ഡി യു ഗോട്ട് എനി ബാഡ് ഗൈസ്. ഐ ഗോട്ട് ടു. അപ്പൊ അതുപോലെ അങ്ങനെ കമ്പനി കഴിച്ച് ചിലര് പറയുമ്പോ ഇങ്ങനെ പറയും,
ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ എന്താ തോക്കിന്റെ കേസ് എന്താ ഞാൻ ചോദിച്ചു, ഇവരുടെ ഇരിക്കുന്ന തോക്ക് മീൻസ് ഒരാളുടെ ഇങ്ങനെ മാഗ് ഇരിപ്പുണ്ട് ഇവരുടെ ജാക്കറ്റിനകത്ത്, വലിയ തോക്കിന്റെ മാഗ് ഇരിപ്പുണ്ട്, പക്ഷെ തോക്ക് കാണാനില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ ഈ വലിയ തോക്കിന്റെ മാഗ് നിങ്ങളുടെ ഉണ്ടല്ലോ, ഇപ്പൊ വലിയ തോക്കുണ്ടോ? അപ്പൊ പറഞ്ഞ വലിയ തോക്കുണ്ട്, ഇവരുടെ ഈ വണ്ടിയുടെ ട്രങ്കിനകത്ത് സകല സാമാനവും ഉണ്ട്, അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തുടങ്ങി സകല സാമാനവും ഉണ്ട്. അപ്പൊ ഞാൻ നമുക്ക് നല്ല ഇവര് ഇയാളാണെങ്കിലും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ വന്ന് നിൽക്കുക, സംസാരിക്കാന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് സ്മോൾ ടോക്ക് നടത്താൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോ ഒരാൾ സപ്പോസ് ഒരു തോക്കായിട്ട് തന്നെയാണെങ്കിൽ പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് എന്നോട് പറഞ്ഞില്ലേ, മറ്റേ വെടി പൊട്ടി എന്ന് കണ്ടു കഴിഞ്ഞാ എണീറ്റിക്കരുത്, കിടന്നോണം. അതായത് എണീറ്റിക്കണം എന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞ മറ്റേ സീനാ, കമ്മ്യൂണിക്കേഷനാ അത്. അതായത് ഒരാള് ഒരു തോക്ക് ഉപയോഗിച്ചു, വെടിവെച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ആംഡാണെന്നാണ് ആ തോക്ക് ഉപയോഗിക്കുന്ന ആളുടെ വിശ്വാസം. അങ്ങനെയുണ്ടെങ്കിൽ അപ്പൊ തന്നെ കിടന്നു കളയാ, അല്ലെങ്കിൽ നിന്റെ തോക്കുണ്ടെങ്കിൽ പോലും നീ കിടന്നു കളയാ, നിനക്ക് പറയാ. അതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് അങ്ങനത്തെ കൾച്ചറിൽ ജീവിച്ച ശീലമില്ലല്ലോടാ. നമ്മുടെ നാട്ടിൽ തോക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു നോളജ് ഉണ്ട്. അതായത് ഇപ്പൊ പുള്ളി അല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. അതായത് ഇവിടത്തെ കമ്മ്യൂണിക്കേഷൻ അതാണ്. അതായത് വെടിവെച്ച കേൾക്ക, അല്ലെങ്കിൽ ഒരാൾ തോക്കുണ്ടെന്ന് പറഞ്ഞാൽ കിടന്നു കളയാ. അതായത് ഞാൻ അണ്ണാംഡാണ്, എനിക്ക് നിങ്ങളെ ഹാം ചെയ്യാൻ ഒരു താല്പര്യമില്ല, അതാണ് ആ കൊടുക്കണ മെസ്സേജ്. അതേസമയം നീ നേരെ നിക്കണെങ്കിൽ അവന്റെ മൈൻഡില് അതാണ്. ഇവിടെ ഉള്ള എല്ലാരും ജാക്കറ്റ് ഒക്കെ ഇടണല്ലേ, നിന്റെ തോക്കിരിപ്പുണ്ടോ, നീ ആംഡാണോ എന്താണെന്ന് അവർക്കും അറിയില്ലല്ലോ. പിന്നെ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ വെപ്പ് ഉണ്ടായിട്ട് വെടി വെച്ച ആള് കൊള്ളിക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് കൊള്ളണത് വളരെ കുറവാ. മിക്കവാറും കൊള്ളണത് ഒരു ഉദ്ദേശമില്ലാത്ത ആൾക്കായിരിക്കും, അല്ലെങ്കിൽ ചിലവര് റിഫ്ലക്സ് കൊണ്ട് ഈ ഒച്ച കേട്ട സ്ഥലത്തേക്ക് തോക്കുള്ള ആൾക്കാർ തിരിച്ചു പിടിവെക്കും. അപ്പൊ അങ്ങനെയും കിട്ടും. അതായത് ഇപ്പൊ ഒരു വെടിവെച്ച കിട്ടും, നിന്റെ പെട്ടെന്ന് തോക്കുണ്ട്, നീ റിഫ്ലക്സ് ഉള്ള ആളാണ്. അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ ടേംസ് ഒന്നും ഒരു പിടുത്തില്ലല്ലോ, കാരണം നമ്മൾ അങ്ങനത്തെ കൾച്ചറിൽ ജീവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ റിഫ്ലക്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു തോക്കുള്ള ഒരാളാണെങ്കിൽ ഓ ഷീറ്റ് അവിടെ നിന്ന് വെടി, ഓക്കെ തിരിച്ചൊരു വെടി പിടിക്കൂ. അതൊക്കെ റയർ ആയിരിക്കും ഇവിടെ. അങ്ങനെ നമുക്ക് ടൊറന്റോ ശരിക്കും സേഫ് സിറ്റി ആണ്. ഇടയ്ക്കിട്ട് നമ്മുടെ ജാർവിസിന്റെ ഇവിടെയൊക്കെ ഓരോരുത്തമ്മയുടെ ഹോട്ടല് നെഞ്ചത്ത് ഓട്ട വിടാറുണ്ടെങ്കിലും, പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ പീറ്റർ പോയില്ലേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പോയില് ഭയങ്കര പീസാണ്. പക്ഷെ അവിടെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. വെടിപൊട്ടിയതൊക്കെ എട്ടക്കി വെക്കും, എല്ലാം പൊട്ടിക്കും. ഡിക്സി മോളെത്തി. ഡിക്സി ഔട്ട്ലെറ്റ് മാൾ. ആ ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ ഡോർ തുറന്ന് കൊടുത്താലേ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ഔട്ട്ലെറ്റ് മോളിലേക്ക് വരുന്നത്. പക്ഷേ ഇങ്ങനെ പ്രൈസസ് നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വർത്തായിട്ടുള്ള കുറേ ഡീൽസ് ഇവിടെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്ലിയറൻസ് അല്ല കേട്ടോ, ഈ ബോട്ട് ഹൗസിൽ. ഇവിടെ കോൺവേഴ്സ്, വാൻസ് അങ്ങനെ തുടങ്ങിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സിൻ്റെ ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കാനൊക്കെ പണിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബോക്സുകളായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അത് ഷൂസ് ഉണ്ടാവും, $20 ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ വാൻസിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ബോക്സ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഇന്ന് കണ്ടുപിടിക്കണം സൈസും മോഡൽസും ഒക്കെ വെച്ച്. പിന്നെ വേറെ സീൻ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോൾസ് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ പണിയാണ്. കാരണം ഇപ്പോൾ ഈ ആർക്കേഡിൻ്റെ എവിടെയാണെങ്കിൽ പോലും നമുക്ക് മ്യൂസിക് ഉണ്ടാവും, അതെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുകയാണ് ഗൈസ്. എനിക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൈക്കിൻ്റെ ഷോറൂമിൽ കയറിയൊന്നും സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തില്ല. നൈക്ക് ഞാൻ പിന്നെ വേറൊരു ദിവസം കണ്ടന്റ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെയും നല്ല ഡീൽസ് ഉണ്ട്. അത് ജോർഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു $80 സംതിങ് ലൈക്ക് ദാറ്റിനൊക്കെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഉള്ള ആളോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് മോർണിംഗ് വരിക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ കിഡ്സായിട്ട് വന്നാലും കണ്ടില്ല, ആർക്കേഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള സ്പോട്ടാട്ടോ ഇത്. ഫാമിലി ആയിട്ട് വന്നാലും സെറ്റാണ്. വെറുതെ ഒന്ന് മാൾ വരെ വന്നാണ് ഇത്രേ സാധനം മേടിച്ച്. നിങ്ങൾക്കൊരു ഷൂസ് മേടിക്കേണ്ടി വന്നാ മേടിച്ചൊത്ത ഞാനിപ്പോ നല്ല ഡിസ്കൗണ്ട് കേട്ടോ, മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്. ലൈക്ക് വാൻസിന്റെ ഷൂസ് ഒക്കെ ജസ്റ്റ് $20 ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ബൂട്ട്സിനാണെങ്കിലും എല്ലാത്തിനും വില കുറവാ. ഞാൻ വിചാരിച്ചത് എന്തൊക്കെ അടിയൊക്കെ പൂട്ടിപ്പോവാണ്, അതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട് ആയതുകൊണ്ട് എല്ലാം കൂടി മേടിക്കാന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മേടിച്ച്. ഡിക്സി മോൾ, ഡിക്സി ഏകദേശം ഇരുട്ടി. മഴക്കാരുണ്ട്.
8 മണി കഴിഞ്ഞല്ലേ? ഇത് സൂര്യനുണ്ട്, പിന്നെ മഴക്കാറും ഉണ്ട്. ദൈവം അറോറ കാണല് വെള്ളത്തിലാവുന്നോ? അപ്പൊ ഹലോ ഗൈസ്, ഇന്ന് നമ്മള് പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. കറക്റ്റ് വീട്ടിൽ വന്നെത്തി. ടൈഡാണ്. എന്തായാലും അൺബോക്സിംഗ് ആണ് പരിപാടി. അപ്പൊ ഫസ്റ്റ് മേടിച്ചത് ഈ പെർഫ്യൂമാണ് മേടിച്ചത്. ഇതൊരു ചലഞ്ച് പോലെ അവര് പറഞ്ഞാണ്. നമ്മള് വേഴ്സാച്ചിയുടെ ബ്ലൂ മേടിക്കാനാണ് നിന്നത്. അവര് പറഞ്ഞു ഈ സംഭവം സബ്മർജ് എന്ന് പറഞ്ഞ ഐറ്റം ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇത് ഊതുഡേ പെർഫ്യൂം ആണ്, മറ്റേത് ഊതുഡേ ടോയ്ലറ്റ് ആണ്. സോ ഇത് നിൽക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം ചെയ്യാം. നമ്മൾ വേഴ്സാച്ചി ഉപയോഗിച്ചിട്ട് അടിക്കുമ്പോഴുള്ള സ്മെല്ല് മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഇത് മേടിച്ചു. അപ്പോൾ ഇതിനൊരു $54 ആയി. ഇത് അത്ര നല്ല ഡീലാണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങള് കുറെ നല്ല ഡീലുണ്ട്. ആദ്യത്തെ ഇത് നമ്മുടെ ബോട്ട് ഹൗസിൽ നിന്ന് മേടിച്ചതാണ്. നൈക്കിന്റെ ഓൾഡ് സ്കൂള്. ജസ്റ്റ് $20 ആയിട്ടുള്ളൂ. ഒറിജിനൽ സാധനം, യൂസ്ഡ് ഒന്നും അല്ല. നല്ല പക്കാ ഫിറ്റ്, ഒരു സീനും ഇല്ല. സെറ്റ് സാധനം. മറ്റേ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ വാൻസിന്റെ. വാൻസ് എങ്ങനെ അറിഞ്ഞാലും നിലത്തോട്ടി വീടുള്ളൂന്ന് പറഞ്ഞു. എങ്ങനെ അറിഞ്ഞാലും വാൻസ് ടെസ്റ്റ് ചെയ്തേ എങ്ങനെ ഇട്ടാലും വാൻസ് നേരെ ഇരിക്കും. അടുത്തത് വാൻസിന്റെ തന്നെയാണ്. ഇത് ജസ്റ്റ് $20, ബിഫോർ ടാക്സ്. പിന്നെയാണ് ഈ കിടുക്കാച്ചായിട്ട് ജസ്റ്റ് $20. പക്ഷെ തപ്പ് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം അവരിങ്ങനെ തുറന്ന ഡിസ്പ്ലേ ഒന്നും ആയിരിക്കില്ല വെച്ചാണ്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ബോക്സ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഈ കാണുന്ന കോഡ് ഉണ്ടോ, സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 8 സൈസ് നമ്മൾ 8 ഇവിടെ ഇങ്ങനെ മോഡൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ നല്ല ഡീൽ കിട്ടും. അതുകൊണ്ട് അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ പറ്റൊരു കാര്യമില്ല. ഞാൻ പിന്നെ ഈ ഐറ്റം ഒരിക്കലും വലിയ ബ്രാൻഡ് ഒന്നും അല്ല. പക്ഷെ $19 ഉള്ളൂ ഈ മുതല്. $19 ഒരുവിധം നല്ല ക്വാളിറ്റി സ്റ്റഫ് ആണ്. ഉള്ളനൊക്കെ ഉണ്ട് ഉള്ളില്. വിന്റർ ബൂട്ട് ആണ്. പിന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തോന്നുന്നു. കിട്ടുമോ? അപ്പൊ നമ്മള് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ചെയ്ത്. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ തീർന്നിട്ടില്ല. എന്റെ അടുത്ത് അറോറ കാണാൻ പോവാ. ഓക്കെ ഗൈസ്, നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോവാ. 2 വണ്ടിയുണ്ട്. 2 വണ്ടിയിൽ ആൾക്കാർ കയറാനുണ്ട്. പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. ഞങ്ങള് 3 പേര് മാത്രം ഇവിടെ റെഡി ആയിട്ട് ഇപ്പൊ ഉണ്ട്. 1, 2 ഇതവിടെ ഒരു 3 ഉണ്ട്. ബാക്കിയുള്ളവര് വരുമെന്ന് ചോദിച്ചിരിക്കാം. പോസ്റ്റാണ് ഗൈസ്. കന്ന പോസ്റ്റാണ് ഗൈസ്. ഈ 2 വണ്ടി നിറയെ ആൾക്കാരാണ്. എന്നെ മമ്മി എങ്ങാനും പൊക്കിയാണ്ടല്ലോ. എന്തായാലും മമ്മി കാണൂല്ലോ പോസ്റ്റ് ചെയ്യുമ്പോ. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. നടപടിയാവൂ. ഫ്ലാഷ് എത്തി നോക്കിട്ടൊക്കെ പോണ്. ഫ്ലാഷ് ഓഫ് ചെയ്യായിരുന്നു അല്ലേ? ജസ്റ്റ് ഡോക്യുമെന്റിങ് ഇറ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എല്ലാം സിമ്പിൾ പേര് വെക്കാറുള്ളൂ. എന്റെ മെയിൽ ഐ ഡി ഒക്കെ കണ്ടിട്ടില്ലേ? ഇറ്റ്സ് ആൽവിൻ ജോളി. ആകാശ് ഈ വഴി പോയി. ഇതിലാ ഓക്കെ നമുക്കൊരു വണ്ടി. ഇവിടെ ആരുമില്ല. അമ്മാര് അത് ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് കയറ്റാം.
അങ്ങനെ കേസ് നമ്മൾ അറോറ കാണാൻ ഇറങ്ങി ലാസ്റ്റ് ഇയർ ഇവിടെ അറോറ വന്നായിരുന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം എനിക്കന്ന് വർക്ക് ഉണ്ടായി. ഈ കൂട്ടത്തിലുള്ള എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറെക്കുറെ കണ്ടായിരുന്നു അറോറ അന്ന് അവർ ബാരിപ്പോയി കണ്ടു. അവർ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം സ്റ്റോറി ഇട്ട്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് വല്ലാത്ത വിഷമമായി പോയി ഗൈസ്. അതുകൊണ്ടാണ് ഈ കൊല്ലം ഇറങ്ങിയത്. ഈ കൊല്ലം കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കൂടുതൽ വിസിബിലിറ്റി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ചാർട്ടിൽ. മിക്കവാറും നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് കാണാം. ഇതാണ് ഗൈസ് ഞങ്ങൾ കണ്ട അറോറ. ഞങ്ങൾ അറോറ കണ്ടു ഗൈസ്. ക്യാമറ കണ്ടി കാണാൻ പറ്റുമെന്നാ പറഞ്ഞത്. ക്യാമറയിൽ എന്താടാ കാണുന്നത്? ക്യാമറയിൽ തേങ്ങ. ഇവിടെ ഉണ്ട് പച്ചമഞ്ഞൊക്കെ കാണാം. അങ്ങ് ഒറ്റത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ പച്ചമഞ്ഞയും കാണാം. ആ ഇത് കണ്ട പച്ചാമഞ്ഞ നീല. പോലീസ് വണ്ടിയാണോ അത്? അല്ലല്ലേ അല്ലേ? കണ്ടടാ അറോറ. ഇവിടുന്ന് കുറച്ച് കൂടി പോയി അറോറ സ്ഥലമുണ്ട്, അവിടെ പോവാ. അറോറ, ഇതാണ് അറോറ. ഞങ്ങൾ മുമ്പി ഗൈസ്. അങ്ങനെ ഗൈസ് എനിക്കങ്ങനെ ഈ പ്രാവശ്യവും അറോറ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അറോറ അങ്ങനെ നമ്മൾ ഹണ്ട് ചെയ്ത് പുറകെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റില്ല. അത് എല്ലാവരും പറയുന്ന സംഭവം. ചിലവർ വെറുതെ എണീറ്റ് വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അറോറ കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഇനി എന്തായാലും മേഘം കാരണം നമുക്ക് സംഭവം കാണാൻ പറ്റിയില്ല. സംഭവം ഉണ്ടെന്നാണ് പറയണത്, പക്ഷേ മേഘം കാണാൻ നമുക്ക് കാണാൻ പറ്റിയില്ല അറോറ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ഫിഞ്ച് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അത് ഇത്തിരി ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ചെന്ന് എന്തോ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടിക്കഴിഞ്ഞാൽ പ്രേതം വരും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പോയി നോക്കാം ഗൈസ്. ഏതാ സ്ഥലം? ഓൾഡ് ഫിഞ്ച്. പ്രേതമെങ്കിൽ പ്രേതം എന്തെങ്കിലും കണ്ടന്റ് ആവട്ടെ. എന്താ പീഡിപ്പിച്ചെന്ന് അങ്ങനൊക്കെ ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ എടാ ഒന്ന് പാടി നോക്കടാ. ഞാൻ ഇനി ഒറ്റയ്ക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഗൈസ് ഞങ്ങളിവിടെ ഹാപ്പി ബർത്ത്ഡേയും സന്തോഷം ജന്മദിനം കുട്ടിക്ക് എല്ലാം പാടി നോക്കി ഗൈസ്. ഒരു പ്രേതം വന്നില്ല. ഇതെനിക്ക് ഡൗട്ട് ഉണ്ട് ഇനി ശരിക്കും ഇത് ഹോണ്ടഡ് ആണോ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണോ എന്നൊക്കെ. ഇതുവരെ ഞങ്ങൾക്ക് പ്രേതബാധയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും മൊത്തത്തിൽ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ദിവസം. എന്തായാലും ഫണ്ണായിരുന്നു. ഞങ്ങൾ നൈറ്റ് ഔട്ടിങ്ങിനൊക്കെ പോയി. അറോറയൊന്നും കണ്ടില്ലെങ്കിലും മൊത്തത്തിൽ കൊള്ളാം. അപ്പം എന്തായാലും ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഗൈസ്. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്.